ഇസ്രായേൽ ഹമാസ് സംഘർഷം ആരംഭിച്ചിട്ട് 5 മാസം പിന്നിട്ടിരിക്കുകയാണ്. ഗാസയിലും വെസ്റ്റ് ബാങ്കിലുമെല്ലാം നിരപരാധികളെ കൊന്നൊടുക്കുന്നത് ഇസ്രായേൽ നിർബാധം തുടരുകയും ചെയ്യുന്നുണ്ട്. സ്ത്രീകളും കുട്ടികളും അടക്കം ഒന്നുമറിയാത്ത 32,000-ഓളം പേരെ ഇസ്രായേൽ ഇതുവരെ വധിച്ചു കഴിഞ്ഞു. പുണ്യമാസത്തിൽ പോലും അത് തുടരുന്നത് കടുത്ത എതിർപ്പാണ് ലോകരാഷ്ട്രങ്ങൾക്കിടയിൽ ഇസ്രായേലിനെതിരെ ഉണ്ടാക്കുന്നത്. ആനപ്പക എന്ന് പറയും പോലെ ഇതിപ്പോൾ നെതന്യാഹു പക എന്ന അവസ്ഥയിൽ എത്തിയിരിക്കുകയാണ് ആ സ്ഥലങ്ങൾ. കാരണം ഇസ്രായേലി ജനത പോലും ഈ വംശഹത്യയെ വെറുക്കുകയാണ്. ഒരു കാലത്ത് ജൂതരെ കൊന്നൊടുക്കിയ ഹിറ്റ്ലറുടെ അവസ്ഥയിലേക്ക് ഇസ്ലാമികരെ കൊന്നൊടുക്കുന്ന അവസ്ഥയിലാണ് ആധുനിക കാലത്ത് നെതന്യാഹു എത്തിയിരിക്കുന്നത്. ചുറ്റുമുള്ള മുസ്ലിം രാഷ്ട്രത്തെ ഒന്നും തൊടാതെ പലസ്തീനികളെ മാത്രം ലക്ഷ്യം വയ്ക്കുന്ന ഇസ്രായേലിനെതിരെ ലോകരാഷ്ട്രങ്ങൾ മുഴുവൻ തിരിഞ്ഞു കഴിഞ്ഞു. വലം കൈയായി കൂടെ നിന്ന അമേരിക്ക പോലും ഇസ്രായേലിനെ കൈവിടുന്ന അവസ്ഥയാണ് ഇപ്പോഴുള്ളത്. യുദ്ധം അവസാനിപ്പിക്കാനുള്ള ബൈഡന്റെ അഭ്യർത്ഥന പുച്ഛത്തോടെയാണ് നെതന്യാഹു തള്ളിക്കളഞ്ഞത്. പലസ്തീനെ ഒറ്റപ്പെടുത്തുന്നത് തടയാൻ യമനും ഇറാനും ഹൂതികളുമൊക്കെ പുതിയ പദ്ധതികളുമായി രംഗത്തു വരുന്നുണ്ട്. ഒന്നോർക്കുക, ഇനിയും ഈ തീക്കളി തുടർന്നാൽ സാംസൺ ഓപ്ഷൻ പോലും പുറത്തെടുക്കാനുള്ള സമയം കിട്ടിയെന്ന് വരില്ല. ഇസ്രായേലിലെ നിരപരാധികളെ വരെ കൊന്നെടുക്കാൻ പ്രാപ്തിയുള്ള വജ്രായുധം അവർ തയ്യാറാക്കി കഴിഞ്ഞു. ജൂത വംശത്തെ തന്നെ ഇല്ലാതാക്കുന്നതിന് മുമ്പ് ഈ കളി അവസാനിപ്പിക്കണമെന്നാണ് ലോകരാഷ്ട്രങ്ങൾ ആവശ്യപ്പെടുന്നത്. അല്ലെങ്കിൽ ഹിറ്റ്ലറുടെ പട്ടികയിൽ നെതന്യാഹുവും ഇടം പിടിക്കും. കഴിഞ്ഞ ഒക്ടോബർ 7-ന് ഹമാസ് കാണിച്ചത് തെറ്റ് തന്നെയാണ്. അതിനുള്ള ശിക്ഷ അവർ അർഹിക്കുന്നതിനേക്കാൾ കൂടുതൽ നിങ്ങൾ കൊടുത്തു കഴിഞ്ഞു. അവരുടെ മണ്ണിൽ അവർ സമാധാനമായി ജീവിക്കട്ടെ. നിങ്ങളും സമാധാനമായിരിക്കുന്നുവെന്നാണ് ലോകരാഷ്ട്രങ്ങൾ പറയുന്നത്. ശരിക്കും ഇന്നും ഇന്നലെയും തുടങ്ങിയതാണോ ഇത്തരമൊരു സംഘർഷം? അതിൻ്റെ യഥാർത്ഥ കാരണങ്ങളിലേക്ക് കൂടി നമുക്കൊന്ന് പോകേണ്ടതുണ്ട്. അപ്പോൾ നമുക്ക് മനസ്സിലാകും ആരാണ് ശരി, ആരാണ് തെറ്റെന്ന്. ഈ വീഡിയോ മുഴുവനായി കണ്ടാൽ മനസ്സിലാക്കാം അതിൽ നിന്നുള്ള വ്യക്തമായ കാരണങ്ങൾ. ഇന്ന് ആഗോള രാഷ്ട്രീയ രംഗത്ത് ഏറ്റവും പ്രമുഖമായി ചർച്ച ചെയ്യപ്പെടുന്ന വളരെ പ്രധാനപ്പെട്ട വിഷയമാണ് പലസ്തീൻ പ്രശ്നം. അങ്ങ് പശ്ചിമേഷ്യയിൽ നടക്കുന്ന ഒരു രാഷ്ട്രീയ പ്രശ്നം മാത്രമല്ല അത്. നമ്മുടെ നീതിബോധത്തെയും ധാർമ്മികതയെയും പിടിച്ചുലയ്ക്കുന്ന ഒരു കാര്യമാണത്. അതുകൊണ്ട് തന്നെ വൈയക്തികമായും സാമൂഹികമായും നമ്മോട് തന്നെ പല ചോദ്യങ്ങളും അത് ചോദിക്കുന്നുണ്ട്. പലസ്തീൻ പ്രശ്നത്തോട് നാം എടുക്കുന്ന സമീപനം അപ്രകാരം നമ്മുടെ തന്നെ രാഷ്ട്രീയ ബോധങ്ങളെയാണ് പ്രതിനിധാനം ചെയ്യുന്നത്. ഒന്ന് രണ്ട് കാര്യങ്ങൾ സൂചിപ്പിച്ചുകൊണ്ട് ചരിത്രപരമായ ചില വസ്തുതകളിലേക്കും നമുക്ക് കടക്കാം. ഇരുകൂട്ടർ തമ്മിലുള്ള പോരാട്ടമെന്ന് ഈ പ്രശ്നം വ്യാഖ്യാനിക്കപ്പെടുന്നുണ്ട്. ഇസ്രായേലിന് തുല്യശക്തിയായി പലസ്തീനെ കണക്കാക്കുന്ന ഈ വീക്ഷണം അബദ്ധജടിയായ ഒന്നാണ്. കാരണം ഇസ്രായേൽ സ്ഥാപനത്തിന് ശേഷം ബാക്കി വന്നിട്ടുള്ള കിഴക്കൻ ജെറുസലേം, വെസ്റ്റ് ബാങ്ക്, ഗാസ എന്നീ പ്രദേശങ്ങൾ പോലും ഇസ്രായേൽ അധീനതയിലാണ് ഉള്ളത്. 1967 ഇസ്രായേൽ പലസ്തീനെതിരെ നടത്തിയ യുദ്ധത്തിൽ പിടിച്ചടക്കിയ പ്രദേശങ്ങളാണ് ഇവയെല്ലാം. ഒരു പ്രദേശത്തുകാരായ ജനത തങ്ങൾക്ക് മേലെ ആധിപത്യം സ്ഥാപിക്കാൻ ശ്രമിക്കുന്ന അധികാരശക്തിയായ ഇസ്രായേലിനോട് പോരടിക്കുക എന്നത് എങ്ങനെയെന്ന് തുല്യശക്തികൾ തമ്മിലുള്ള പോരാട്ടമായി മാറുന്നതെന്ന് വ്യാഖ്യാനിക്കപ്പെടുന്നുണ്ട്. ഇവിടെ ഇസ്രായേലും പലസ്തീനും തമ്മിലുള്ള അധികാരത്തിൻ്റെ അസന്തുലിതാവസ്ഥ നാം മനസ്സിലാക്കേണ്ടതുണ്ട്. ഇതൊരു പൗരാണിക പ്രശ്നമാണ് എന്ന തെറ്റിദ്ധാരണയും സമൂഹത്തിലുണ്ട്. എന്നാൽ ഒരിക്കലുമല്ല അത്. യഥാർത്ഥത്തിൽ ഇസ്രായേൽ പലസ്തീൻ പ്രശ്നം ഒരു ആധുനിക രാഷ്ട്രീയ പ്രശ്നമാണ്. യൂറോപ്യൻ ആധുനികത, ദേശീയവാദം, കൊളോണിയലിസം എന്നിവയൊക്കെ ശക്തിപ്പെട്ട 19-ാം നൂറ്റാണ്ടിൽ ഉടലെടുത്ത രാഷ്ട്രീയ സയണിസം എന്ന ആശയത്തിൽ നിർമ്മിച്ചെടുത്ത ദേശീയ ബോധമാണ് ഇസ്രായേൽ പലസ്തീൻ പ്രശ്നത്തിൻ്റെ കാതൽ. 19-ാം നൂറ്റാണ്ടിൻ്റെ പകുതിയിൽ വിവിധങ്ങളായ ആധിപത്യ വീക്ഷണങ്ങൾ, കൊളോണിയലിസം, ദേശീയവാദം എന്നിവ ശക്തിപ്പെട്ട സമയത്ത് യൂറോപ്യൻ യഹൂദരും അത്തരം മൂല്യങ്ങളിൽ ആകൃഷ്ടരായിരുന്നു. ഇതിനൊപ്പം ശക്തമായ യഹൂദവിരുദ്ധ മനോഭാവവും അവർക്ക് അനുഭവിക്കേണ്ടി വന്നു. ഈ വിരോധ മനോഭാവം യഹൂദരിൽ തങ്ങൾക്ക് സ്വന്തമായി ഒരു രാഷ്ട്രം വേണം എന്ന ആശയത്തിലേക്ക് വഴി തെളിയിക്കുകയായിരുന്നു. യഹൂദരുടെ രാഷ്ട്ര നിർമ്മാണത്തിന് തിരഞ്ഞെടുക്കപ്പെട്ടത് പലസ്തീൻ എന്ന ഏഷ്യൻ രാജ്യമാണ്. ഏഷ്യൻ ആഫ്രിക്കൻ പ്രദേശങ്ങളിലെ ജനങ്ങളുടെ കാര്യം തീരെ ഗൗനിക്കേണ്ടതില്ലെന്ന കൊളോണിയൽ അവബോധം യൂറോപ്യൻ യഹൂദരെയും നല്ലവണ്ണം സ്വാധീനിച്ചിരുന്നു. യൂറോപ്പിലെ യഹൂദ വിരുദ്ധതയെ നേരിടാൻ പലസ്തീനിൽ കോളനി ഉണ്ടാക്കുക എന്ന ഊടുവഴിയാണ് യഹൂദ വരേണ്യ വിഭാഗത്തിലെ ചിലർ ചിന്തിച്ചത്. അങ്ങനെയാണ് സയണിസ്റ്റ് പ്രസ്ഥാനം തന്നെ സൃഷ്ടിക്കപ്പെടുന്നത്. 1897 സ്വിറ്റ്സർലൻഡിലെ ബാസയിൽ വെച്ച് വേൾഡ് സയണിസ്റ്റ് ഓർഗനൈസേഷൻ്റെ ആദ്യ മീറ്റിംഗ് നടന്നപ്പോഴായിരുന്നു പലസ്തീൻ കുടിയേറ്റത്തെക്കുറിച്ച് പ്രായോഗികമായ ആലോചനകൾ രൂപപ്പെടുന്നത്. വേൾഡ് സയണിസ്റ്റ് ഓർഗനൈസേഷൻ്റെ പ്രമേയങ്ങളിൽ പ്രധാനപ്പെട്ട ഒന്നാണ് ജൂയിഷ് നാഷണൽ ഹോം എന്ന ആശയം കൊണ്ടുവരാൻ വേണ്ടി അന്താരാഷ്ട്ര ശക്തികളുടെ പിൻബലം നേടുക എന്നുള്ളത്. മറ്റൊരു പ്രധാന പ്രമേയമായിരുന്നു കൊളോണൈസേഷൻ ഓഫ് പലസ്തീൻ എന്നത്. ആ കോളനിവൽക്കരണത്തിൻ്റെ ഏറ്റവും കടുത്ത അവസ്ഥയാണ് നാം പലസ്തീനിൽ ഇന്നും കണ്ടുകൊണ്ടിരിക്കുന്നത്. വേൾഡ് സയണിസ്റ്റ് ഓർഗനൈസേഷൻ്റെ സ്ഥാപകനായ തിയോഡോർ ഹെർസൽ ഒരിക്കൽ മാത്രം പലസ്തീൻ സന്ദർശിക്കുകയുണ്ടായി. അദ്ദേഹത്തിൻ്റെ ഡയറി കുറിപ്പുകൾ വിദഗ്ധ പഠന വിധേയമാക്കിയിട്ടുള്ളതാണ്. അക്കാലത്ത് ഒട്ടോമൻ സാമ്രാജ്യവും വേൾഡ് സിയോണിസ്റ്റ് ഓർഗനൈസേഷനും തമ്മിൽ നടന്ന നീണ്ട ചർച്ചകൾക്കൊടുവിൽ പലസ്തീനിൽ കുറച്ച് ഇടങ്ങളിൽ താമസിക്കാനുള്ള അനുമതി ലഭിക്കുകയുണ്ടായി.
തിയോഡോർ ഹെർസലിൻ്റെ പലസ്തീൻ സന്ദർശനത്തിന് വരെ മുൻപ് തന്നെ തൻ്റെ ഡയറിയിൽ കുറിച്ച ഒരു കാര്യം ഇത്തരത്തിൽ പ്രധാനമായിരുന്നു. പണക്കാരായ പലസ്തീൻ നിവാസികളുടെ സ്വത്ത് വിലയ്ക്ക് വാങ്ങാൻ സാധിക്കുമെന്നും പാവപ്പെട്ടവർ ഒന്നുകിൽ ജീവസംരക്ഷണം തേടി പലായനം ചെയ്തുകൊള്ളും, അല്ലെങ്കിൽ രഹസ്യമായി തുടച്ചു മാറ്റേണ്ടതാണ് എന്നും കുറിച്ചിട്ടുണ്ട്. ചുരുക്കത്തിൽ യൂറോപ്യൻ ആധിപത്യ വീക്ഷണത്തിൻ്റെയും അതിൻ്റെ പ്രായോഗിക പ്രവർത്തനങ്ങളുടെയും പരിണിതഫലമാണ് നാം ഇന്ന് കാണുന്ന ഇസ്രായേൽ പലസ്തീൻ പ്രശ്നത്തിൻ്റെ അടിത്തറ. അതല്ലാതെ ഇത് പൗരാണിക പ്രശ്നമാണ് എന്ന് വ്യാഖ്യാനിക്കുന്നത് തികച്ചും അബദ്ധമാണ്. ഇത് അടിസ്ഥാനപരമായി രാഷ്ട്രീയപരമായ പ്രശ്നമായിട്ടാണ് കാണേണ്ടത്. ന്യൂനപക്ഷ സമുദായ ക്രിസ്തുമതക്കാർ, ജൂതമത വിശ്വാസികൾ തുടങ്ങിയവരും ഭൂരിപക്ഷ ജനവിഭാഗമായ ഇസ്ലാം മതവിശ്വാസികളും അടങ്ങിയ ഒരു പ്രദേശമാണ് പലസ്തീൻ. ന്യൂനപക്ഷ സമുദായത്തെയും ഭൂരിപക്ഷ സമുദായത്തെയും ഒരുപോലെ ബാധിക്കുന്ന പ്രശ്നമാണ് പലസ്തീൻ ഉള്ളത് എന്ന് മനസ്സിലാക്കേണ്ടത് അനിവാര്യമാണ്. വേൾഡ് സയനിസ്റ്റ് ഓർഗനൈസേഷൻ അവരുടെ പ്രമേയമായ ജൂയിഷ് നാഷണൽ ഹോം എന്ന പദ്ധതി യൂറോപ്യൻ ദേശീയവാദത്തിൻ്റെ അടിസ്ഥാനത്തിൽ പലസ്തീനിൽ ആവിഷ്കരിക്കുകയും 50 വർഷം കൊണ്ട് ഇസ്രായേൽ എന്ന ദേശരാഷ്ട്രത്തെ വളർത്തുകയും ചെയ്തു. കൊളനൈസേഷൻ ഓഫ് പലസ്തീനിലൂടെ നടത്തണം എന്ന് പറയുന്നത് യൂറോപ്യൻ ജൂതവിശ്വാസികളുടെ കുടിയേറ്റമാണ്. വിവിധ ജൂത സാമ്പത്തിക സഹായങ്ങൾ മുഖേന ജൂതന്മാർ 19-ാം നൂറ്റാണ്ടിൻ്റെ അവസാനത്തിൽ പലസ്തീനികളിലേക്ക് പലായനം ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. 20-ാം നൂറ്റാണ്ടിൽ അത് ശക്തിപ്പെടുകയും ചെയ്തു. ജർമ്മനിയിൽ ഹിറ്റ്ലറുടെ നടപടികൾ ലക്ഷക്കണക്കിന് ജൂതന്മാരെ കൊന്നൊടുക്കിയ ഹോളോകാസ്റ്റ് കൂടുതൽ ജൂതവിശ്വാസികൾ പലസ്തീനിലേക്ക് കുടിയേറുവാൻ കാരണമായി. 1917-ൽ ബാൽഫർ പ്രഖ്യാപനത്തിലൂടെ ജൂയിഷ് നാഷണൽ ഹോം എന്ന ആശയത്തെ ബ്രിട്ടൻ അംഗീകരിക്കുകയുണ്ടായി. വേൾഡ് സയനിസ്റ്റ് ഓർഗനൈസേഷൻ്റെ സമ്മർദ്ദഫലമായി അന്നുള്ള പ്രബല ആഗോള ശക്തിയായ ബ്രിട്ടനിൽ നിന്ന് സയനിസ്റ്റ് അനുകൂല നയം പ്രഖ്യാപിക്കപ്പെട്ടു. 1917 ബാൽഫർ ഡിക്ലറേഷൻ യഹൂദരാഷ്ട്ര നിർമ്മാണത്തിന് ബ്രിട്ടൻ ഗവൺമെൻറ്റിൻ്റെ പിന്തുണയും അംഗീകാരവും ഉണ്ട് എന്നാണ് വിവരിച്ചിട്ടുള്ളത്. പലസ്തീനിൽ നിലവിലുള്ള ജനവിഭാഗത്തെ ദോഷകരമായി ബാധിക്കാതെ രാഷ്ട്രമുണ്ടാക്കണം എന്ന് അതിൽ പറയുന്നുണ്ട്. പക്ഷേ ആ വശം ശ്രദ്ധിക്കപ്പെട്ടിട്ടില്ല എന്നത് വാസ്തവമാണ്. ഇങ്ങനെ ജൂയിഷ് നാഷണൽ ഹോമിന് 1917-ൽ അംഗീകാരം കൊടുത്ത ബ്രിട്ടീഷ് ഗവൺമെൻറ്റാണ് ഒന്നാം ലോക മഹായുദ്ധത്തിന് ശേഷം 20കളുടെ ആദ്യം പലസ്തീൻ അധികാരം ഏറ്റെടുക്കുന്നത്. ഇതും കുടിയേറ്റക്കാരുടെ ഒഴുക്കിനെ വർദ്ധിപ്പിക്കാൻ സഹായിക്കുകയാണ് ചെയ്തത്. ഈ സന്ദർഭത്തിലാണ് ശക്തമായ രാഷ്ട്രീയ സമ്മർദ്ദവും മുന്നേറ്റവും സയനിസ്റ്റ് ശക്തികൾ നടത്തുന്നത്. ജർമ്മൻ കൂട്ടക്കൊലയ്ക്ക് ശേഷം അന്താരാഷ്ട്ര സമൂഹത്തിൽ യഹൂദരുടെ രാഷ്ട്രനിർമ്മിതിക്ക് അനുകൂലമായ സാഹചര്യം ഉണ്ടായിട്ടുണ്ട് എന്നത് യാഥാർത്ഥ്യമാണ്. 1947-ൽ ഐക്യരാഷ്ട്രസഭയുടെ ആഭിമുഖ്യത്തിൽ യുണൈറ്റഡ് നേഷൻസ് സ്പെഷ്യൽ കമ്മീഷൻ ഓൺ പലസ്തീൻ രൂപീകരിക്കുകയും അതിൻ്റെ റിപ്പോർട്ട് കൊടുക്കുകയും ചെയ്തിട്ടുണ്ട്. റിപ്പോർട്ടിൽ യഹൂദ രാഷ്ട്രവും പലസ്തീൻ രാഷ്ട്രവുമായി പലസ്തീൻ പ്രദേശത്തെ വിഭജിക്കാൻ ശുപാർശയുണ്ടായി. ഐക്യരാഷ്ട്രസഭയിൽ ഈ പദ്ധതി ഭൂരിപക്ഷ വോട്ടോടുകൂടി അംഗീകരിക്കുകയും അത് നടപ്പിലാക്കാൻ തീരുമാനിക്കുകയും ചെയ്യുകയായിരുന്നു. ഇസ്രായേൽ എന്ന ഇന്ന് കാണുന്ന രാഷ്ട്രത്തിന് വളരെ കുറഞ്ഞ പ്രായം മാത്രമേ ആയിട്ടുള്ളൂ എന്ന് നാം മനസ്സിലാക്കണം. ഇസ്രായേൽ രാഷ്ട്രത്തിന് അകത്തു തന്നെയുള്ള ചരിത്രകാരന്മാർ 1948-ൽ ഇസ്രായേൽ സ്ഥാപനവുമായി ബന്ധപ്പെട്ട പല അവകാശവാദങ്ങളും പൊളിച്ചെടുക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. ലോകത്തെ തെറ്റിദ്ധരിപ്പിച്ചിരുന്ന പല കാര്യങ്ങളുടെയും സത്യാവസ്ഥ ബോധ്യപ്പെടുത്താൻ ന്യൂ ഹിസ്റ്റോറിയൻസ് എന്നറിയപ്പെടുന്ന ഈ ചരിത്രകാരന്മാർക്ക് സാധിച്ചിട്ടുണ്ട്. ഇസ്രായേൽ രാഷ്ട്രത്തിൻ്റെ സ്ഥാപന ചരിത്രത്തെ വിമർശനാത്മകമായി അവതരിപ്പിച്ച ചിത്രകാരന്മാരിൽ ഇലാൻ പാപ്പെ, അബ്ലിയസ് ടോം, സ്ലേഗോവ് തുടങ്ങിയവരും ഉണ്ടായിരുന്നു. പിന്നീട് ഇസ്രായേൽ ആയി മാറിയ പലസ്തീൻ പ്രദേശത്ത് 1948-ൽ 9 ലക്ഷം ജനത വസിച്ചിരുന്നു. അതിൽ 7,20,000-ഓളം വരുന്ന പലസ്തീൻ ജനതയെ പുറത്താക്കിയാണ് ഇസ്രായേൽ രാഷ്ട്രം സ്ഥാപനം നടത്തുന്നത്. ഇലാൻ പാപ്പെ എന്ന ഇസ്രായേലി ചരിത്രകാരൻ തന്നെ ഈ സംഭവത്തെ വിശേഷിപ്പിക്കുന്നത് വംശീയ ഉന്മൂലനം എന്നാണ്. ഇസ്രായേലിലെ അദ്ദേഹത്തിൻ്റെ യൂണിവേഴ്സിറ്റി പ്രൊഫസർ സ്ഥാനം അതോടെ നഷ്ടമാവുകയും ചെയ്തു. വംശീയ ഉന്മൂലനത്തെക്കുറിച്ചൊന്നും നമ്മുടെ നാട്ടിലെ സമകാലിക ചർച്ചയിൽ അധികം കാണുകയും ചെയ്യുന്നില്ല. 1948-ൽ പലസ്തീൻകാർ സ്വന്തം ഭൂമിയിൽ നിന്ന് ആട്ടിയോടിക്കപ്പെടുകയാണുണ്ടായത്. അഭയാർത്ഥികളായ പലസ്തീൻകാരുടെ വലിയ പ്രവാഹമായിരുന്നു ഇസ്രായേൽ സ്ഥാപനത്തോടനുബന്ധിച്ച് ഉണ്ടായത്. നക്ബ എന്നാണ് ഈ നഷ്ടത്തെ, ചിതറിക്കലിനെ പലസ്തീനുകൾ വിളിക്കുന്നത്. 1948-ന് ശേഷം നിർണായകമായ മറ്റൊരു ചരിത്ര സംഭവം 1967-ലെ യുദ്ധമാണ്. ഗാസ, വെസ്റ്റ് ബാങ്ക്, കിഴക്കൻ ജെറുസലേം തുടങ്ങിയ പലസ്തീൻ പ്രദേശങ്ങളും ഈജിപ്തിലെ സീനായ് പ്രദേശവും സിറിയയുടെ ഗോലാൻ കുന്നുകളും 1967-ലെ യുദ്ധത്തിൽ ഇസ്രായേൽ പിടിച്ചെടുത്തു. അന്താരാഷ്ട്ര നിയമവ്യവസ്ഥ ഇസ്രായേൽ യുദ്ധത്തിൽ പിടിച്ചെടുത്ത സ്ഥലങ്ങളിൽ അതിൻ്റെ ഭരണത്തെ നിയമവിരുദ്ധമാണെന്ന് കാണിക്കുന്നുണ്ട്. UN സെക്യൂരിറ്റി കൗൺസിലിൽ 242-ാം നമ്പർ പ്രമേയത്തിലൂടെ അധിനിവേശിത പ്രദേശങ്ങളിൽ നിന്ന് പിന്മാറാൻ ആവശ്യപ്പെട്ടെങ്കിലും ഇസ്രായേൽ തയ്യാറായില്ല. പിന്നീട് 1973-ൽ അറബ് ഇസ്രായേൽ യുദ്ധം നടക്കുകയാണ് ചെയ്തത്. അതിനുശേഷം UN സെക്യൂരിറ്റി കൗൺസിൽ പ്രമേയം 338-ലൂടെ അറബ് ഇസ്രായേൽ പ്രശ്നം സമാധാനമായി പരിഹരിക്കണം എന്ന ആഹ്വാനമുണ്ടായി. പക്ഷേ അന്താരാഷ്ട്ര നിയമവ്യവസ്ഥയെ അംഗീകരിക്കാൻ ഇസ്രായേൽ അപ്പോഴും തയ്യാറായില്ല. ഇന്നും തയ്യാറല്ല എന്നുള്ളതാണ് പ്രധാനപ്പെട്ട പ്രശ്നം. ഇസ്രായേലിൻ്റെ ഈ മേൽക്കോയ്മയെ പ്രതിരോധിക്കുക എന്നതാണ് പലസ്തീൻ ജനത ചെയ്യുന്നത്.
ഇപ്പോൾ നടക്കുന്ന ഈ സംഘർഷം അവസാനിപ്പിക്കാനുള്ള അടിസ്ഥാന മാർഗം ഇസ്രായേൽ പിടിച്ചുവെച്ച ഗാസ, വെസ്റ്റ് ബാങ്ക്, കിഴക്കൻ ജെറുസലേം എന്നീ പ്രദേശങ്ങളിൽ നിന്ന് പിന്മാറുകയും ഇസ്രായേലിനകത്തുള്ള അപാർത്തൈഡ് നയങ്ങൾ മാറ്റുകയുമാണ് ചെയ്യേണ്ടത്. ചുരുക്കത്തിൽ ഇസ്രായേൽ രാഷ്ട്രത്തിൻ്റെ വിപുലീകരണത്തിനു വേണ്ടി അവർ കണ്ടെത്തുന്ന മാർഗമാണ് പ്രശ്നങ്ങൾ കൂടുതൽ വഷളാക്കുന്നത് എന്ന വസ്തുത കാണാതെ പോകരുത്. നാം കഴിഞ്ഞ കുറച്ച് നാളുകളിൽ കണ്ട സംഘർഷത്തിന് കാരണമായത് കിഴക്കൻ ജെറുസലേമിലെ ഷെയ്ഖ് ജറ പ്രദേശത്തെ പലസ്തീൻ നിവാസികളെ നിർബന്ധപൂർവ്വം കുടിയൊഴിപ്പിക്കാൻ യഹൂദ കുടിയേറ്റക്കാരും ഇസ്രായേൽ ഗവൺമെൻറ്റും ശ്രമിച്ചതാണ്. റമദാൻ മാസത്തിലെ പ്രാർത്ഥനയ്ക്കിടെ അൽ അക്സ പള്ളിയിൽ ഇരച്ചുകയറി മുസ്ലിങ്ങളെ ആക്രമിച്ചതാണ് പ്രശ്നം കൂടുതൽ സംഘർഷഭരിതമാക്കിയത്. 1967 ശേഷം ഇസ്രായേൽ ചെയ്ത പ്രധാന കാര്യം കിഴക്കൻ ജെറുസലേമിനെ സൈനിക ആധിപത്യത്തിന് കീഴിൽ കൊണ്ടുവരിക മാത്രമല്ല, ജെറുസലേം നഗരത്തിൻ്റെ അറബ് പ്രദേശമടക്കം ഇസ്രായേലിൻ്റെ തലസ്ഥാനമായി പ്രഖ്യാപിക്കുകയും ചെയ്യുക എന്നതാണ്. മസ്ജിദ് അൽ അക്സ ആക്രമണത്തെയും കുടിയൊഴിപ്പിക്കൽ നടപടികളെയും പലസ്തീൻ ജനത ശക്തമായി ചെറുത്തുനിൽക്കുന്ന കാഴ്ചകൾ അന്താരാഷ്ട്ര ശ്രദ്ധ പലസ്തീൻ പ്രശ്നത്തിലേക്ക് ക്ഷണിക്കാൻ ഇടവരുത്തുകയും ചെയ്തതാണ്. ഇസ്രായേലിൻ്റെ മിസൈൽ ആക്രമണത്തിന് ഇരയാക്കപ്പെടുന്നത് ഗാസയിലെ പലസ്തീൻ അഭയാർത്ഥി കേന്ദ്രങ്ങൾ തന്നെയാണ് എന്നതാണ് മനുഷ്യ മനസാക്ഷിയെ പിടിച്ചുകുലുക്കുന്ന സംഭവം. നാം മനസ്സിലാക്കേണ്ട പ്രധാന കാര്യം സ്വന്തം നാട്ടിൽ അഭയാർത്ഥികളായി കഴിയേണ്ടി വരുന്ന പലസ്തീൻ ജനതയുടെ അവസ്ഥയാണ്. ഇസ്രായേൽ ഒരു വശത്തും പലസ്തീൻ രാഷ്ട്രം മറുവശത്തുമുള്ള ദ്വിരാഷ്ട്ര ആശയത്തിന് ആഗോളതലത്തിൽ വലിയ സ്വീകാര്യത കഴിഞ്ഞ കാലങ്ങളിൽ ലഭിച്ചിട്ടുണ്ട്. ഇസ്രായേലിന് അകത്തുള്ള പലസ്തീൻ ജനതയും പലസ്തീന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് തെരുവിലിറങ്ങി എന്നതാണ് മുൻകാലങ്ങളിൽ നടന്ന സംഘർഷങ്ങളിൽ നിന്ന് ഇന്ന് കാണുന്ന സംഘർഷത്തെ വ്യത്യസ്തമാക്കുന്നത്. ഇസ്രായേലിനകത്ത് വസിക്കുകയും യഹൂദരും ഇസ്രായേൽ പൗരന്മാരായ പലസ്തീൻ ജനതയും തമ്മിൽ ഇസ്രായേലിനകത്ത് തന്നെ വലിയ സംഘർഷമുണ്ടായി എന്നത് ശ്രദ്ധിക്കേണ്ടതാണ്. മുൻപുണ്ടായിരുന്ന യുദ്ധങ്ങളിൽ ഇസ്രായേലിലെ പലസ്തീൻ ജനത ഇന്നുള്ളതുപോലെ വിപുലമായ തോതിൽ ശബ്ദമുയർത്തിയിട്ടില്ല. പലസ്തീൻ രാഷ്ട്രത്തിൽ അതൊരു പുതിയ ദിശ പ്രദാനം ചെയ്യുന്നുമുണ്ട് എന്ന കാര്യം പലസ്തീൻ ജനതയ്ക്ക് ആശ്വാസം നൽകുന്നതാണ്. പതിവ് പോലെ അമേരിക്കൻ പ്രസിഡന്റ് ഇസ്രായേലിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് മുന്നോട്ട് വരികയും ചെയ്തതാണ് തുടക്കത്തിൽ. മുൻപുള്ളതിൽ നിന്നും മറ്റൊരു വ്യത്യാസം അമേരിക്കയിലെ യഹൂദ ജനതയുടെ ഒരു വിഭാഗം, പ്രത്യേകിച്ച് യഹൂദ ചെറുപ്പക്കാരുടെ വലിയൊരു ശതമാനം പലസ്തീൻ ജനതയുടെ നിലപാടിനെ അനുകൂലിക്കുന്നു എന്നതാണ്. ഇസ്രായേലിൻ്റെ അധിനിവേശ കൊളോണിയൽ പദ്ധതികളെയും സൈനിക നീക്കങ്ങളെയും മനസ്സിലാക്കുന്നവർ ഇസ്രായേലി നയങ്ങളെ ചെറുക്കാൻ വേണ്ടി മുന്നോട്ട് വരുന്നുണ്ട് എന്നത് ശ്രദ്ധിക്കപ്പെടേണ്ടത് തന്നെയാണ്. അതിനർത്ഥം അമേരിക്കയിലെ യുവാക്കളിൽ വന്ന മാറ്റം അമേരിക്കൻ ഗവൺമെൻറ്റിൻ്റെ കടുത്ത ഇസ്രായേൽ അനുകൂല നിലപാടിൽ കാര്യമായ മാറ്റം വരുത്താൻ ഇപ്പോൾ കഴിയുമെന്നല്ല. അമേരിക്കയിലെ ഡെമോക്രാറ്റിക് പാർട്ടിയിലും പലസ്തീൻ അനുകൂല നിലപാടുള്ള യുവ നേതൃത്വം ഉയർന്നു വന്നിട്ടുണ്ട്. പക്ഷേ പ്രസിഡന്റ് ബൈഡൻ അടക്കം ഡെമോക്രാറ്റിക് പാർട്ടിയിലെ നിർണായക നേതൃത്വം പരമ്പരാഗത ഇസ്രായേൽ ചങ്ങാത്തം മുറുകെ പിടിക്കുന്നവരാണ്. ഈ വിവരണത്തിലൂടെ ഇസ്രായേൽ പലസ്തീൻ സംഘർഷത്തിൻ്റെ ഗൗരവവും ചരിത്രവും സമകാലിക യാഥാർത്ഥ്യവും കുറച്ചെങ്കിലും മനസ്സിലാക്കാൻ നമുക്ക് സാധിക്കുമെന്ന് പ്രതീക്ഷിക്കാം.